الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ورحمة الله وبركاته. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സുന്നത്ത് ജമാഅത്തിന്റെ വല്ലപ്പുഴയിലുള്ള ആദരണീയരായ പ്രവർത്തകരെ, നാട്ടുകാരെ, മാതൃകയായ പണ്ഡിതന്മാരെ, ഒരു 4 വർഷം മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നിയാവുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അത്രത്തോളം സുന്നത്ത് ജമാഅത്തിനെയും അതിന്റെ പണ്ഡിതന്മാരെ ജനയേറ്റം വക്കുകയും മുശ്രിക്കുകളും സഹായം ചെയ്യുന്നവരും ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്നവരുമായി കരുതി പോന്നവനായിരുന്നു. ഒരു സുന്നിയാവുക എന്നതിനേക്കാൾ ഈമാൻ ഉപേക്ഷിച്ച് ഒരു കാഫറാകുന്നതാണ് അതിനേക്കാൾ അഭികാമ്യമെന്ന് ഞങ്ങളിൽ തന്നെ പരസ്പരം പലരും പറയാറുണ്ടായിരുന്നു. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം? ഇസ്തിഖാസ ചെയ്യുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും മോമിനീങ്ങളും ശിർക്കിന്റെ പക്ഷത്തും തുലവും തുച്ഛം വരുന്ന വഹാബികൾ മറുപക്ഷത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ തൗഹീദിന്റെ വക്താക്കൾ വിരലെണ്ണാവുന്ന ഇവരോ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ ശിർക്കിന്റെ വക്താക്കളും ശിർക്ക് ചെയ്യുന്നവരും ബഹുദൈവ വിശ്വാസികളുമാണെന്ന് പ്രഖ്യാപിക്കുകയും ഇനി നാം അവരിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാരോടോ പ്രവർത്തകരോടോ നേരിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്താണ്
ഈ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുഅ്മിനീങ്ങളെ മുശ്രിക്കുകൾ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ അവർ വളരെ വ്യക്തമായി മറുപടി പറയും, ഞങ്ങൾ ആരെയും പേരെടുത്ത് മുശ്രിക്കാക്കുന്നില്ല, ഞങ്ങൾ ആരെയും പേരെടുത്ത് മുശ്രിക്കെന്ന് വിളിക്കുന്നില്ല. ശിർക്ക് ചെയ്യുന്നവർ മുശ്രിക്കുകളാണ്, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷേ സത്യം അതല്ല. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, അവർ പ്രചരിപ്പിക്കുന്ന ആശയം, അത് ജനങ്ങൾ അറിയുന്നതിൽ അവർക്ക് വളരെയധികം അഭിമാനമുണ്ട്, അവർക്ക് സ്വയം ബോധ്യമുണ്ട്, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മനസ്സാക്ഷിക്കുത്തുണ്ട്. അവർ അത് പറയാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്ന് പൊതുജനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആളെ കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കപട നാടകങ്ങൾ അവർ കളിക്കും. ഒരു മൗലവി പറയും ഖലീൽ തങ്ങളെ പോലെയുള്ളവർ മനുഷ്യ ദൈവങ്ങളാണ്. മറുതലക്കൽ അവർ പറയും അല്ല, ഞങ്ങളങ്ങനെ പേരെടുത്ത് ആരെയും മുശ്രിക്കാക്കുന്നില്ല എന്ന് പറയും. ഈയൊരു വലിയൊരു വ്യത്യാസം, ഇതാണ് സത്യത്തിൽ എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചതും മുജാഹിദ് പ്രസ്ഥാനത്തോട് വിട പറയാൻ കാരണമാക്കിയതും. സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ശിർക്ക് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകൾക്ക് ഇസ്ലാം ദീനിൽ എന്ത് കാര്യം? അവർ നമസ്കരിക്കുമ്പോൾ അവരെ തുടർന്ന് ഈ മുജാഹിദുകൾ നമസ്കരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? തനി വിഡ്ഢിത്തമല്ലേ അത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുശ്രിക്കിനെ തുടർന്നാൽ എങ്ങനെയാണ് ഒരാളുടെ നമസ്കാരം സഹിഹാവുക? ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു തത്വമാണ്. ഒരിക്കൽ KV അബ്ദുൽ ലത്തീഫ് മൗലവിയോട് ഒരു ചോദ്യം ചോദിച്ചു. മൗലിദ്, മാല മുതലായവ അടങ്ങിയ അതിന്റെ തത്വം ഇസ്തിഗാസയാണ്. അങ്ങനെ മാലകൾ ചൊല്ലുകയും ഇസ്തിഗാസ ചെയ്യുകയും ചെയ്യുന്ന സുന്നി മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹീഹ് തുർമുദിയിൽ ഒരു ഹദീസുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്, ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സല്ലു ഖൽഫ കുല്ല ഫാസിഖിൻ ഔ ഫാജിരിൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏത് തമ്മാടിയുടെയും ഫാജിറിന്റെയും പിന്നിൽ നിന്ന് നമസ്കരിച്ചോളൂ. അപ്പൊ സത്യത്തിൽ ചോദ്യം മുശ്രിക്കിനെ തുടർന്ന് നമസ്കരിക്കാമെന്നോ എന്നാണ്. ഉത്തരം ഏത് തമ്മാടിയും തുടർന്ന് നമസ്കരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഒരു മനസാക്ഷി കുത്ത്. മുശ്രിക്കിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചാൽ സഹിയാവില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം ഇത് തുറന്നു പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹിമഹുല്ല, ശഫഈ ഇമാം, റാസി ഇമാം, അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ല, നവവി റഹിമഹുല്ല, ഇബ്നു ഹജർ അൽ അസ്കലാനി, ഇബ്നു ഹജർ അൽ ഹൈതമി, സുബുക്കി ഇമാം, സുയൂത്തി ഇമാം പോലെയുള്ള മഹത്തുക്കളായ എല്ലാ ലോകം അറിയപ്പെടുന്ന 14 നൂറ്റാണ്ടിന്റെ അടിയിൽ ഓരോ നൂറ്റാണ്ടിലും അതിപ്രഗത്ഭരെന്നും പ്രശസ്തരെന്നും അറിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളും മുഫസ്സിരീങ്ങളും അതുപോലെ മുഹദ്ദിസീങ്ങളുമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം 14 നൂറ്റാണ്ടിന്റെ ഇടയിൽ വന്ന മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഇസ്തിഗാസ ചെയ്തവരാണ്. അതൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ അതിന് തെളിവാണ്. അപ്പോൾ പരോക്ഷമായി ഇവരാരെയാണ് മുശ്രിക്കുകളും കുഫാറുകളും എന്ന് സംബോധന ചെയ്യുന്നത്? നാം വളരെയധികം ചിന്തിക്കേണ്ട
ചിന്തിച്ച് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.